പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ വേട്ട തുടരുകയാണ്. ഒരു സ്വർണ്ണമടക്കം 7 മെഡലുകൾ ഇതുവരെ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഉറച്ച മെഡൽ പ്രതീക്ഷയായ സുമിത് ആൻഡിൽ ഇറങ്ങും. അനിൽ വാസുദേവ് കായിക ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് ഒപ്പം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ. അതായത് 7 മെഡലുകൾ, ഒരു സ്വർണ്ണമടക്കം 7 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇന്നലെ രാത്രിയാണ് ഇന്ത്യക്ക് 2 മെഡൽ കൂടി വന്നത്. പ്രീതി പാലിലൂടെയും ഒപ്പം തന്നെ ഹൈ ജമ്പ് താരത്തിലും കൂടെ അങ്ങനെ 2 മെഡൽ കൂടി സ്വന്തമാക്കി. അങ്ങനെ ഇന്ത്യ 7 മെഡലുകൾ എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നും ഇന്ത്യക്ക് 6ഓളം മെഡൽ മത്സരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നത് സുമിത് ആറ്റിലിൻ്റെ മത്സരമാണ്. ജാവലിൻ ത്രോ താരമാണ് അദ്ദേഹം. കഴിഞ്ഞ തവണ പ്രശ്നങ്ങളും ഗവൺമെന്റും മാധ്യമങ്ങളെ കാണുന്നു. ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. വലിയ വനിതാ നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്, കാസ്റ്റിംഗ് ഓയിച്ച് അങ്ങനെയുള്ള, എന്താണ് അത്? അല്ല, അവർ ഉന്നയിച്ച കാര്യം പത്രത്തിലൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസ്സാണ് മൊഴി പറയേണ്ടത്. അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസ്സാണ് മൊഴി പറയേണ്ടത്. അത് പറഞ്ഞില്ല. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. അനിൽ വാസുദേവ് തുടരുകയാണ്. അനിൽ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ ഇന്നത്തെ മെഡൽ സാധ്യതകളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുമിത് ആൻഡിലിൻ്റെ മത്സരം തന്നെയാണ്. സുമിത് ആൻഡിൽ ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷയാണ്. അത് ഇത്തവണ സ്വർണ്ണമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഏഷ്യൻ പാരാലിമ്പിക്സ് ടൂർണമെൻറ്റിലൊക്കെ തന്നെ അദ്ദേഹം സ്വർണം നേടിയതാണ്. ആ പ്രകടനം ഇന്നും ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ഉറച്ച ഒരു മെഡൽ എന്നുള്ളത് സുഹാസിൻ്റേതാണ്. ബാഡ്മിൻ്റണിൽ അദ്ദേഹം ഫൈനലിലേക്ക് മുന്നേറിയതോടുകൂടി ഒരു മെഡൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്വർണം അല്ലെങ്കിൽ വെള്ളി എന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു. കഴിഞ്ഞ തവണ അദ്ദേഹം വെള്ളിയാണ് നേടിയത് ടോക്കിയോയിൽ. ഇത്തവണ അത് സ്വർണ്ണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അതേ എതിരാളി തന്നെയാണ് ഇത്തവണയും സുഹാസിനുള്ളത്. എന്തായാലും ഇന്ത്യ അങ്ങനെ ഇന്ന് ഒരു മെഡൽ ഉറപ്പിച്ചു കഴിഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ മെഡലുകൾ, 6ഓളം മത്സരങ്ങൾ, മെഡൽ പോരാട്ടങ്ങൾ ഇന്ത്യക്കുണ്ട്.